ഹലോ ഗൈസ്, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ നമുക്ക് കഴിക്കാൻ വേണ്ടി പുട്ടാണ് കേട്ടോ, ഗോതമ്പിൻ്റെ പുട്ടും പഴമാണ്. അപ്പോൾ രാവിലെ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. എന്ന് വെച്ചാൽ കുറച്ച് ധൃതിയായിപ്പോയി, എഴുന്നേറ്റപ്പോൾ കുറച്ച് ലേറ്റായി. മാത്രമല്ല നമുക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ, അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവണം. അപ്പോൾ രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാനപ്പോൾ അങ്ങനെ വലിയ മേക്കപ്പ് ചെയ്യുന്ന ആളൊന്നുമല്ല കേട്ടോ, ജസ്റ്റ് സ്കിൻ കെയർ ഒക്കെ ചെയ്യും. പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ഒരാൾ പറഞ്ഞായിരുന്നു കേട്ടോ, പുട്ടിയിടുന്ന വീഡിയോ വന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പുട്ടി ഇടാറില്ല, ജസ്റ്റ് സ്കിൻ കെയർ മാത്രമാണ് ചെയ്യുന്നത്. ആദ്യം ടോണർ അപ്ലൈ ചെയ്യും, പിന്നെ ഒരു സിറം ഉണ്ട് അതിടും, പിന്നെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഇത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ സ്കിൻ കെയർ ആണ് കേട്ടോ, ഇത് മേക്കപ്പ് അല്ല. ഒരിക്കലും പുട്ടി ഇട്ടതുപോലെയോ അല്ലെങ്കിൽ മേക്കപ്പ് ഇട്ടതുപോലെയോ ഇതിരിക്കില്ല. ജസ്റ്റ് നമ്മുടെ മുഖം പോലെ തന്നെ ഇരിക്കും. അതൊക്കെ ഫേസിലങ്ങ് അപ്ലൈ ആവും. അപ്പം നമ്മൾ സൺസ്ക്രീനൊക്കെ ഇടുന്നത് നമ്മൾ വെയിലിൽ നിന്നൊക്കെ ഉള്ള ഇതിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ആ ഒരു കെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, അല്ലാണ്ട് പുട്ടി ഇടുന്നതല്ല കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഞാനിപ്പോൾ ഇട്ടത്. പിന്നെ എൻ്റെ കണ്ണൊന്ന് എഴുതും, പിന്നെ ഒരു പൊട്ട്, ഒരു സിന്ദൂരം, അത്രയേ ഉള്ളൂ. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, വേറൊന്നും ഞാൻ ചെയ്യാറില്ല. ശരിക്കും പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് പോലും ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പോൾ മേക്കപ്പൊക്കെ ചെയ്യുന്നത് എനിക്കിഷ്ടമാണ്. ഞാൻ ഇനി എപ്പോഴെങ്കിലും ഞാൻ ചെയ്യുമായിരിക്കും കേട്ടോ, എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് ചെയ്യാൻ ശരിക്കും എനിക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അപ്പം നമ്മളിപ്പം അറിയാത്ത രീതിയിൽ ചെയ്ത് കുളമാക്കുന്നതിൽ നല്ലതല്ലേ അറിയാറായിട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ പഠിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വലുതായിട്ടൊന്നും ചെയ്യാറില്ല. എവിടെ പുറത്തൊക്കെ പോകുമ്പോൾ സാധാരണ ഞാൻ ചെയ്യാറില്ല. വീട്ടിൽ നിൽക്കുമ്പോഴാണെങ്കിൽ പിന്നെയും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ. പണ്ട് ഇങ്ങനെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത്, സ്കൂളിൽ പോകുമ്പോഴൊന്നും ഒരുങ്ങാതെ ഒക്കെ പോകും കേട്ടോ. ചിലപ്പോൾ കണ്ണ് പോലും എഴുതാറില്ല, സമയമില്ലല്ലോ. അപ്പോൾ അല്ലാണ്ട് വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ അവധിയായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാൻ പിരിവൊക്കെ എഴുതി, കണ്ണൊക്കെ എഴുതി, പൊട്ടൊക്കെ ഇട്ട്, അത് വേറൊരു ടൈപ്പ് മേക്കപ്പാണ് കേട്ടോ. കുളിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ നിന്ന് ഒന്ന് ഒരുങ്ങിയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോഴും എന്നെ എൻ്റെ അനിയത്തി കളിയാക്കും കേട്ടോ. അവളെപ്പോഴും കളിയാക്കും, കുളിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇയാൾക്കുള്ളതാ ഒരു മേക്കപ്പ് എന്നും പറഞ്ഞിട്ട്. അതിപ്പോഴും ഞാൻ അങ്ങനെയാണ് കേട്ടോ. കുളിക്കുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യും, എന്നിട്ട് പോയി കുളിക്കും. അപ്പോഴത്തേക്ക് ഈ മേക്കപ്പ് ചെയ്തൊക്കെ അങ്ങ് പോകുമല്ലോ. എന്നിട്ടാണ് എവിടെയെങ്കിലും പോകുന്നത് സാധാരണ. അങ്ങനെ നമ്മുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതേണ്ട കല്യാണം ഉള്ള സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. പേര് ഞാൻ അങ്ങോട്ട് ഓർക്കുന്നില്ല. എന്ന് വെച്ചാൽ ഇത് കുറേ മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇപ്പോഴാണ് ഇത് കണ്ടത്. ഇത് എഡിറ്റ് ചെയ്തിട്ടില്ലായിരുന്നോ എന്ന് ഇപ്പം ഞാൻ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് കേട്ടോ കണ്ടത്. അപ്പം ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇട്ടേക്കാം, എന്തായാലും എടുത്ത് കഷ്ടപ്പെട്ടതല്ലേ. അപ്പം എന്തായാലും നമ്മൾ ഈ ഒരു കല്യാണത്തിന് നമ്മൾ നേരത്തെ ചെന്നു കേട്ടോ. അപ്പം ഏട്ടൻ എന്നെ പറ്റിച്ചതാണ്. ഏട്ടൻ എന്നോട് പറഞ്ഞു 12 മണി 11 മണിക്ക് 10 മണിക്ക് കണ്ടാണ് കല്യാണം എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി. പക്ഷേ ഞങ്ങൾ ചെന്ന് കുറേ കഴിഞ്ഞിടയ്ക്കാണ് കല്യാണം തുടങ്ങിയത്. അതുകൊണ്ട് നമുക്ക് കല്യാണത്തിൻ്റെ ആദ്യ ഭാഗങ്ങളൊക്കെ എടുക്കാൻ പറ്റി. കല്യാണം നടക്കുന്ന ആ ഒരു ടൈമൊക്കെ നമുക്ക് കിട്ടി കേട്ടോ. സാധാരണ എനിക്കങ്ങനെ കിട്ടാറേ ഇല്ല. അപ്പം ഇതാണ് പെണ്ണും ചെറുക്കനും. അപ്പോൾ പെണ്ണ് വരുന്നതും ചെറുക്കനെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റി, താലി കെട്ടുന്നതും ഒക്കെ കാണാൻ പറ്റി. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത്.
അപ്പോൾ പരിപ്പും പപ്പടവും അവിയലും തോരനും എല്ലാം കൂട്ടി 2 പായസം ഉണ്ടായിരുന്നു, ബോളി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂട്ടി എല്ലാം അടിപൊളി ഒരു സദ്യ അങ്ങോട്ട് പിടിച്ചു. അത് കഴിഞ്ഞിട്ട് തിരിച്ചത് വീട്ടിൽ വന്നു. അപ്പോൾ നമ്മൾ കുറച്ച് തുണി അടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് വിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇത് കുറച്ച് ഉച്ച കഴിഞ്ഞ ഒരു സമയമാണ് കേട്ടോ. എന്നാലും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരുവിധം ഉണങ്ങും. പിന്നെ അഥവാ കുറച്ചുകൂടെ ഉണങ്ങിയില്ലെങ്കിൽ നമ്മൾ നാളെ ഒന്നുകൂടെ എടുത്തിട്ടാൽ മതി. അപ്പോൾ കുറച്ച് തുണി കഴിഞ്ഞ ദിവസം കഴുകി കുറച്ച് തുണി ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് എടുത്ത് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അവർക്ക് ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ പോയി ചായ ഇട്ടുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ ചായ കുടിച്ചിട്ട് ആവാൻ ബാക്കി ജോലി എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും ശരിക്കും ക്ഷീണിച്ചു. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ ഇട്ടു, അങ്ങനെ ചായ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും എൻ്റെ പണി തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ സെക്ഷൻ തുണികളും ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ അടുക്കി അടുക്കി വെക്കണം. അതാണ് മെയിനായിട്ടുള്ള ജോലി. അപ്പോൾ ഓരോന്നും ഓരോ സെക്ഷനിലായിട്ട് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ എല്ലാം കൂടി ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് കിടന്നു കഴിഞ്ഞാൽ എനിക്കറിയാൻ പറ്റില്ല ഏതൊക്കെ തുണിയാണ് എവിടെയാണ് ഇരിക്കുന്നതെന്നൊന്നും. അപ്പോൾ ഇങ്ങനെ അടുക്കി വെക്കാമെങ്കിൽ എവിടെ ഇരിക്കുന്നതെന്നുള്ളത് പെട്ടെന്ന് എനിക്ക് മനസ്സിലാവും കേട്ടോ. അപ്പം വീട്ടിലിടുന്ന തുണിയാണെങ്കിൽ ആ ഒരു ഡ്രോയിൽ പോയി നോക്കിയാൽ മതി, അതെടുക്കാം. അപ്പം നമ്മളിത് വെച്ചിരിക്കുന്നത് മറ്റേ പിങ്ക് വെയിലിൻ്റെ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്താണ് ഇത് വെക്കുന്നത്. അപ്പോൾ കുറേ പേര് എന്നോട് റിവ്യൂ ചോദിച്ചിട്ടുണ്ട്, ഇത് എങ്ങനെയുണ്ട്, എന്താണ് ഇതിനകത്ത് വെക്കുന്നതെന്നുള്ളത് കേട്ടോ. അപ്പോൾ കൂടുതലും ഞാൻ തുണിയാണ് വെക്കുന്നത്. പിന്നെ മുകളിൽ ഒരു ബോക്സിൽ മാത്രം കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ, അങ്ങനെ കുറച്ച് ക്രീംസ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത് മുകളിലത്തെ ഒരെണ്ണത്തിൽ. ബാക്കി എല്ലാത്തിലും ഞാൻ തുണികളാണ്, കുഞ്ഞുങ്ങളുടെയും എൻ്റെയും തുണികൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് ടൈപ്പ് തുണികൾ വെക്കാനും നല്ലതാണ്. പക്ഷേ ഒരുപാട് ഹെവി ആയിട്ടുള്ളതാണെങ്കിൽ 1 2 ഒക്കെ ഇരിക്കുള്ളൂ. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു തുണികളാണെങ്കിൽ കുറേ ഇരിക്കും കേട്ടോ. ഇവരുടെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ തുണികളും ഇതിനകത്ത് തന്നെ ഇരിക്കും. ഇപ്പോൾ ഞാൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് 3 ഉണ്ട്. അപ്പോൾ ഒരെണ്ണത്തിൽ എൻ്റെതും ഒരെണ്ണത്തിൽ വാവയുടെയും ഒരെണ്ണത്തിൽ വൈഷുവിൻ്റെ, അങ്ങനെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ വൈഷുവിൻ്റെയും വാവയുടെയും ഏറ്റവും അടിയിൽ കുറച്ച് വീട്ടിൽ ഇടുന്ന ഡ്രസ്സുകളും പിന്നെ അതിൻ്റെ മുകളിൽ നല്ല ഡ്രസ്സുകൾ, അങ്ങനെയാണ് കേട്ടോ വെക്കുന്നത്. ഒരെണ്ണത്തിൽ യൂണിഫോം അല്ലെങ്കിൽ ഫ്രോക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയാണ് വെക്കുന്നത്. അപ്പോൾ ഓരോന്ന് വിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും എവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇല്ല എല്ലാം കൂടി അവിടെ ഇവിടെ ഒരുമിച്ച് കൊണ്ടുവന്ന് മടക്കി വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് എന്താണെന്നൊന്നും അറിയാൻ പറ്റില്ല കേട്ടോ. എനിക്കന്നേ ഭ്രാന്ത് പിടിക്കുക അത്യാവശ്യത്തിന് എന്നിട്ട് ഒരെണ്ണം നോക്കുകയാണെങ്കിൽ. അപ്പോൾ കുറേ പേര് എന്നോട് ഇതിൻ്റെ ലിങ്കും കുറേ പേര് ഇതിൻ്റെ റിവ്യൂ ഒക്കെ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി സാധനമാണ്. പിന്നെ ഒരുപാട് ഹെവി ആയിട്ടുള്ളതൊന്നും വെക്കരുത്, അത് താങ്ങൂല, അതിന് അത്രയും വെയിറ്റൊന്നും താങ്ങാൻ പറ്റില്ല. എന്നാലും ഡ്രസ്സുകളൊക്കെ അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകളൊക്കെ വെക്കാൻ അടിപൊളി സാധനമാണ്, ഒരു കുറ്റവും പറയാനില്ല കേട്ടോ. അപ്പോൾ എൻ്റെ വലിയ തുണികളും അതുപോലെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അലമാരിക്കകത്താണ് കേട്ടോ വെക്കുന്നത്. അതൊന്നും ഇതിനകത്ത് കയറില്ല നല്ല 1 2 3 ഒക്കെ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം കൂടി ഒന്നും ഇരിക്കില്ല, കുറച്ച് വെയിറ്റുമാണ്. അപ്പോൾ അതൊന്നും വെക്കാണ്ട് അതൊക്കെ ഞാൻ അലമാരിയിൽ വെച്ചിട്ട് ഇതിനകത്ത് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മാത്രമാണ് കേട്ടോ വെക്കുന്നത്. Let it go. Let it go. You can hear that. Can you right? Can you right? Can you right? Can you right? Balloon. Put that. Chase on it. Let's chase on it. പിന്നെന്താ എവിടെ കുത്തണ്ടേ? ഞാൻ ഇവിടെ കുത്തി. അതും അങ്ങനെ മതി. എന്തിനാ വായോ?
അപ്പോൾ ഞങ്ങളിങ്ങനെ വീട്ടിൽ ഇരുന്ന് മടുക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ 2 ചേച്ചിമാരുണ്ട്, അമ്മു ചേച്ചിയും ജ്യോതി ചേച്ചിയും. അപ്പോൾ അവരെ കാണണമെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ബഹളം വയ്ക്കുമ്പോൾ അങ്ങോട്ടൊക്കെ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ വൈശുവാണ് അങ്ങോട്ട് പോകണമെന്നൊക്കെ പറയുന്നത്. വൈശിക്ക് അത്ര താല്പര്യമല്ല പോകുന്നത്. പക്ഷേ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇറങ്ങത്തില്ല കേട്ടോ. ആ ഒരു രീതിയാവും. വേണ്ട കണ്ടില്ലേ കിടന്ന് കളിക്കുന്നത്, ഈ മണ്ണിനകത്തിരുന്ന് അങ്ങ് കളിച്ചോളും. ഇതാണ് ഇവിടെ വരുന്നതിനുള്ള പ്രധാന കാരണം. രണ്ടുപേർക്കും ഇവിടെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഈ മണ്ണിൽ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ കുറേ നേരം ഇവിടെ നിൽക്കാനൊക്കെ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കളിയായിരിക്കും ഇവിടെ ഇരുന്ന്. പിന്നെ ഇവിടെ കുറേ ചെടികളുണ്ട് കേട്ടോ. വേണ്ട ഈ നിൽക്കുന്ന ചെടികളെല്ലാം അടിപൊളി പൂ പിടിക്കുന്നതുകൊണ്ട് അല്ലാണ്ട് ഇലച്ചെടികളും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ. എനിക്കൊന്ന് നേരിട്ട് കാണുന്നതിനെക്കാട്ടി നല്ലത് ഈ വീഡിയോയിൽ കാണാനാണെന്ന് തോന്നുന്നു കേട്ടോ. എന്നാലും നേരിട്ട് കാണാനും നല്ല ഭംഗിയാണ്. പക്ഷേ വീഡിയോയിൽ കണ്ടപ്പോൾ കുറച്ചും കൂടി ഭംഗി കൂടുതലായിട്ട് എനിക്ക് തോന്നി. ഞാൻ ശരിക്കും ഇപ്പോഴാണ് കേട്ടോ ഈ വീഡിയോ എടുത്ത് വെച്ച് കാണുന്നത്. അപ്പം ഞാൻ എടുത്ത് വെച്ചെങ്കിലും അത് പിന്നീട് ഞാൻ നോക്കിയില്ല. ഇപ്പോഴാണ് ഈ ഒരു വീഡിയോ ആയിട്ട് കാണുന്നത്. പക്ഷേ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ അമ്മൂൻ്റെ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയത്. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ്. ലയ എന്നാണ് കേട്ടോ ഈ വണ്ടിക്ക് പേരിട്ടിരിക്കുന്നത്. അതെന്താണെന്ന് ഞാൻ അന്ന് ചോദിച്ചായിരുന്നു, പക്ഷേ മറന്നുപോയി കേട്ടോ. ഇനി പോകുമ്പോൾ ചോദിക്കാം. അപ്പോൾ ഞങ്ങൾ നേരെ തന്നെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ കളിയുടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി വീട്ടിൽ ചെന്നിട്ട് കുറച്ച് പണിയുണ്ട്. നമ്മുടെ തുണിയൊക്കെ ഉണങ്ങി കാണും, അതൊക്കെ പറക്കിയിടണം. പിന്നെ മുറ്റം തൂക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നപ്പോഴത്തേക്ക് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മുറ്റം തൂത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈശാഖ എൻ്റെ കൂടെ അവിടെയൊക്കെ വന്ന് നിന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ തൂത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവയ്ക്ക് എൻ്റെ ഇടയ്ക്ക് കൂടെ ഒക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ജോലിയുണ്ട് കേട്ടോ. അത് ഏത് ജോലിയായാലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ വന്ന് ശല്യം ചെയ്യണം. അപ്പോൾ ഏട്ടൻ വെളിയിലൊക്കെ ഏട്ടൻ തൂക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ഏട്ടനാണ് മിക്കവാറും വെളിയിലൊക്കെ തൂക്കുന്നത്. ഞാനങ്ങനെ വെളിയിലോട്ടൊന്നും അങ്ങനെ തൂക്കാറില്ല. ഫ്രണ്ടിൽ കുറച്ച് ഭാഗമൊക്കെ കാണും, അവിടെയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കും. അതും എന്നും തൂക്കാറില്ല കേട്ടോ, വല്ലപ്പോഴും മാത്രം. എനിക്ക് തോന്നുകയാണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അത് എന്ത് കാര്യമായാലും അങ്ങനെ തന്നെ കേട്ടോ. ചിലപ്പോൾ അഴുക്കായി കിടക്കുമായിരിക്കും, ഞാൻ വയ്ക്കും അങ്ങനെ തന്നെ കിടന്നോട്ടെ എന്ന് വിചാരിക്കും. എനിക്ക് ഈ അഴുക്കൊക്കെ കുറച്ച് കിടക്കുന്നതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. കുറച്ച് കരിയിലൊക്കെ വാരിയിടുന്നതൊക്കെ എനിക്കിഷ്ടമാണ്.
ഞങ്ങളപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് കേട്ടോ പമ്പ് മേടിച്ചത്. അപ്പോൾ അത് തിരിച്ചു കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഞാൻ വിചാരിച്ചില്ല ഏട്ടനിങ്ങനെ പുറയിലിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് വരുമെന്നൊന്നും കേട്ടോ. ഞാൻ അവിടെ ഇരുന്ന് വീഡിയോ ഇങ്ങനെ ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് ഞാൻ വിചാരിച്ചു ചിലപ്പം വീഡിയോ എടുക്കുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഇത്രയും എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല കേട്ടോ. പിന്നെ ഞങ്ങൾ വൈകിട്ട് നമ്മൾ കല്യാണത്തിന് പോയി അവിടെ നല്ല വാതിലെന്ന് പറയില്ലേ, അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റെഡിയാവുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ ഇടുക, ഇതാണ് കേട്ടോ ഞങ്ങളുടെ റെഡിയാവൽ. അപ്പോൾ ഞാൻ റെഡിയാവുന്നതിൻ്റെ കൂടെ ഏട്ടനും പിള്ളേരും ഇവിടെ റെഡിയാവുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാനിങ്ങനെ ജസ്റ്റ് ചുമ്മാതെ കണ്ണാടിയുടെ മുമ്പിൽ ഇങ്ങനെ ഫോണൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു, അതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ പോയി. അപ്പോൾ അതേ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ വെച്ചിട്ടായിരുന്നു രാവിലെ കല്യാണം. ഈ ആടിച്ചൂറത്തിൻ്റെ പേര് ഞാനങ്ങ് വിട്ടുപോയി കേട്ടോ. അപ്പോൾ വൈകിട്ടും അവിടെ തന്നെയാണ് പരിപാടി. അപ്പം ഞങ്ങളവിടെ പോയി. പിന്നെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബീഫ് ബിരിയാണി ആയിരുന്നു. അപ്പം എനിക്ക് ബീഫ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ബിരിയാണി എടുത്തു. അതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ കറിയും കൂടെ വാങ്ങിച്ചു കേട്ടോ. കളയല്ലോ ഒരെണ്ണം പോലും. എടുക്കാനോ? ഇവിടെ വന്നേ. ഐഷിക ഹായ്. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി കേട്ടോ, ഇടപ്പള്ളി കോട്ടയിൽ. അപ്പോൾ അവിടെ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. വലിയ ഷോപ്പിംഗ് ഒന്നുമല്ല, അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടി ഇവളുമാർ രണ്ടുപേരുടെ അവിടെ വന്ന് നന്നായിട്ട് അലമ്പുന്നുണ്ട്. എന്തൊക്കെയോ വാങ്ങിച്ച് കൂട്ടുന്നുണ്ട്. എനിക്കറിയാൻ വയ്യ എന്തൊക്കെയാണെന്നുള്ള കാര്യം. ഇവരെയും കൊണ്ട് ശരിക്കും ഒരു കടയിലും പോകാൻ പറ്റില്ല കേട്ടോ. നമ്മളെ അങ്ങ് നാണം കെടുത്തും. എന്ന് വെച്ചാൽ അവിടെ കിടന്ന് കരഞ്ഞ് വേണ്ടാത്ത സാധനങ്ങളൊക്കെ വേണമെന്ന് പറയും. ചിലപ്പോൾ തിന്നാത്ത സാധനങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ, അത് വരെ വേണമെന്ന് പറയും. ചിലപ്പോൾ തിന്നത്തേ ഇല്ല, ജീവിതത്തിൽ ഒരിക്കലും കഴിക്കാത്ത സാധനങ്ങൾ വരെ വേണമെന്ന് പറയും. അങ്ങനെ അവസാനം വഴക്കിട്ട് എൻ്റെ 2 ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തിന്നിട്ട് ഇനി രാത്രിയാകുമ്പോഴത്തേക്ക് പനിയും ചുമയൊക്കെയാണ്. പിന്നെ വേറെ എന്തൊക്കെയോ വേണമെന്ന് അവിടെ കാണിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല കേട്ടോ. മധുരം അധികം കഴിക്കാൻ പാടില്ല, എന്നാലും എവിടെ പോയാലും മധുരം വാങ്ങിച്ച് കഴിക്കും. എന്തോ ബാ പോവാം. നമ്മളപ്പോൾ കല്യാണത്തിനൊക്കെ പോയി തിരിച്ച് വീട്ടിൽ വന്നു. എല്ലാം റെഡിയായി, എല്ലാം ഡ്രസ്സൊക്കെ മാറി ഫ്രഷായി. ഇനി നമ്മൾ കിടന്നുറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഫുഡൊന്നും ഉണ്ടാക്കണ്ടായിരുന്നല്ലോ, അപ്പോൾ നമ്മൾ കഴിച്ചിട്ടല്ലേ വന്നത്. അപ്പം പിന്നെ ഇവിടെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കിടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഇനി വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.